ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഡിസംബർ മാസം ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അതിപ്രധാനമായ ദിവസത്തിനായി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ച് ദൈവിക സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ ഉന്നത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ്റെ ജനനം അത് ലോകം പല നിലയിൽ അതിനെ നോക്കിക്കാണുന്നു, ആചരിച്ചു വരുന്നു. പല ദിവസങ്ങളൊക്കെ ഡേറ്റുകളെ സംബന്ധിച്ച് പല അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം ജനതയും ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നതൊക്കെ ഡിസംബർ മാസം 25-ാം തീയതിയാണ് എന്നൊക്കെയാണ്. എന്നാൽ തിരുവെഴുത്തിൽ നമുക്കതിനാധികാരികമായിട്ട് ഒരു ദിവസം ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും പൊതുവെ അറിയാം. എങ്കിലും ലോകം ഇന്നും ആ നിലയിൽ ആഘോഷങ്ങൾക്കൊക്കെ പല കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ചിന്തിക്കാനും കഴിയും. എന്നാൽ തിരുവെഴുത്ത് എന്തുകൊണ്ട് ആ ദിവസത്തിന് പ്രാധാന്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ദിവസം വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവവചനം ക്രിസ്തുവിൻ്റെ ജനന ദിവസത്തേക്കാൾ, അല്ലെങ്കിൽ ദിവസത്തിനല്ല പ്രാധാന്യം, ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ദിവസം, മാസങ്ങളും വർഷമൊക്കെ മനുഷ്യൻ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇന്നത്തെ ലോകം, അല്ലെങ്കിൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യ സമൂഹം അത് പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പോൾ ആ ദിവസം രേഖപ്പെടുത്തിയാൽ അതിന് അമിത പ്രാധാന്യം ലഭിക്കുകയും അതിന് കൂടുതൽ വലിയ ആഡംബരവും ആഘോഷമൊക്കെ മനുഷ്യൻ ഇന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആചരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിനാണ് പ്രാധാന്യം. അത് തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, ദാവീദിൻ്റെ പുത്രനായി ജനിച്ചു എന്നൊക്കെയുള്ള ആ യാഥാർത്ഥ്യം ആണ് തിരുവെഴുത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഉന്നതമായ സത്യം. മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ചരിത്രം, ആ പുതിയ ചരിത്രം, ക്രിസ്തുവിലൂടെയുള്ള പുതിയ ചരിത്രം, അത് ദാവീദിൻ്റെ പുത്രനും അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പുത്രനും എന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രാരംഭ സന്ദേശം തന്നെ നമുക്ക് വലിയ അത്ഭുതം സൃഷ്ടിക്കുന്നതാണ്. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വാഗ്ദത്ത സന്തതിയെക്കുറിച്ചാണ്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ സന്തതിയാണ് ക്രിസ്തു എന്ന ഏകനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തിരുവെഴുത്ത് നമുക്ക് പ്രകാശിപ്പിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ ദാവീദിനോടും ദൈവം വാഗ്ദത്തം ചെയ്തു, നിൻ്റെ തലമുറയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വത്തെക്കുറിച്ച് ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിലൂടെ, ആ അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. അതാണ് ക്രിസ്തു എന്ന ഏകനെക്കുറിച്ച് അവിടെ പറയും. ദാവീദിലൂടെ ആ ക്രിസ്തുവിൻ്റെ രാജ്യത്വം, മാറ്റമില്ലാത്ത വരാൻ പോകുന്ന ഒരു നിത്യരാജ്യത്വത്തെക്കുറിച്ചുള്ള ആ വാഗ്ദത്വവും ഈ ലോകത്തിന് ലഭിച്ചു. അങ്ങനെ ക്രിസ്തു ആ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിച്ചു. ആ ദിവസത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, എന്നാൽ ആ ജനനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അത് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ആണ് നാം ഇന്ന് ശ്രമിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം അത് തിരുവെഴുത്തിൻ പ്രകാരമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ വീരനാം ദൈവം, അത്ഭുതമന്ത്രി, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ വിളിക്കപ്പെടും എന്നൊക്കെ പ്രവാചകൻ മുന്നമേ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ വെളിച്ചം നൽകിയിരുന്നു. യേശു ക്രിസ്തു എവിടെ ജനിക്കും, ഏത് പശ്ചാത്തലത്തിൽ ജനിക്കും, ഏത് സാഹചര്യങ്ങളായിരിക്കും അന്നുണ്ടാകുന്നത് എന്നൊക്കെ വിശദമായി തിരുവചനം സൂചന നൽകിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി ആ ചരിത്രങ്ങൾ, നമുക്ക് പൂർവ്വചരിത്രങ്ങളൊക്കെ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ ആ കാലസമ്പൂർണത വന്നു. ആ നിലയിൽ ജനനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നാം 2 സുവിശേഷങ്ങളിലാണ് അത് സംബന്ധമായി സൂചനകൾ കാണുന്നത്. മത്തായി സുവിശേഷവും
ലൂക്കോസിൻ്റെ സുവിശേഷം മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് രണ്ട് നിലയിലാണ് നമുക്കവിടെ ആ സന്ദർഭത്തെ ലോകം അത് മനസ്സിലാക്കുവാനിടയായ രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാരാണ് മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് വെളിപ്പെടുത്തുന്നു. അവർ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായുള്ള അവരുടെ ആ കാലത്തെ അറിവും പാണ്ഡിത്യമൊക്കെ ഈ ഒരു പ്രത്യേക നക്ഷത്രം കാണുവാനും അതിനെ അനുധാവനം ചെയ്യുവാനും അത് അവരുടെ പഠനത്തിന് വിധേയമാക്കുവാനും അങ്ങനെ അത് ഒരു ശ്രേഷ്ഠ മഹാരാജാവ് അല്ലെങ്കിൽ ഭൂമിയിലൊരു അത്ഭുത രാജാവ് ജനിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം അവരുടെ ചിന്തയിൽ അറിവാൻ, അവരുടെ പഠനത്തിലൂടെ അറിവാൻ കഴിഞ്ഞു. അങ്ങനെ മനുഷ്യർ അറിവ് നേടുന്നതിൽ ഉന്നതന്മാരായിരുന്നു എന്ന് ആ കാലത്ത് തന്നെ ആ നിലയിലുള്ള അറിവുണ്ടായിരുന്നു എന്നൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സത്യമാണ്. ഇങ്ങനെ അന്വേഷണ ത്വര അവരത് മുന്നോട്ട് നയിച്ചു. അങ്ങനെ ഹെരോദാവെന്ന ആ രാജാവിൻ്റെ അടുക്കൽ, യെരുശലേമിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദ രാജാവിൻ്റെ അടുക്കൽ വരികയും ഈ സംഭവം യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു രാജാവ് ജനിച്ചു, അതെവിടെ, അത് കാണുവാനും നമസ്കരിക്കുവാനാണ് ഞങ്ങൾ വന്നത് എന്ന് പരാമർശിച്ചുകൊണ്ട് ആ സംഭവം ആദ്യമായി ലോകത്തിന് അവർ വിളംബരം ചെയ്യുന്നു. അവരുടെ ബുദ്ധിപരമായ അറിവിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ രാജാവ് വളരെ ഭ്രമിച്ചു. ഒരു രാജാവ് ജനിക്കുക, തൻ്റെ അധികാരം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള മാനുഷിക ചിന്ത തന്നെ ആ ഭയവും നിരാശയൊക്കെ ഉളവാക്കി ആ കുഞ്ഞിനെക്കുറിച്ചുള്ള അറിവിനായി ശ്രമിക്കുകയും വിദ്വാൻമാരോട് രഹസ്യമായി സംസാരിക്കുകയും കുഞ്ഞിനെ എവിടെയുണ്ടെന്ന് പോയി അന്വേഷിച്ച് അറിഞ്ഞ് എന്നെയും അറിയിക്കണം, എനിക്കും പോയി നമസ്കരിക്കാനാണെന്നൊക്കെയുള്ള വലിയ പ്രത്യേക നിലയിൽ താൻ കാര്യങ്ങൾ അവരോട് ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വിദ്വാൻമാർ വീണ്ടും ആ നക്ഷത്രത്തെ പിൻപറ്റി, അല്ലെങ്കിൽ ആ നക്ഷത്രം വീണ്ടും ആ ലക്ഷ്യത്തിലെത്തുന്നു. കുഞ്ഞിനെ കണ്ട് നമസ്കരിക്കുന്നു. എന്നാൽ അവർക്ക് ദർശനമുണ്ടായി, വേറെ വഴി മടങ്ങിപ്പോയി. അത് രാജകോപം വളരെ ഉണ്ടാക്കി. രാജാവ് വളരെ കോപിക്കുകയും അനേക കുഞ്ഞുങ്ങൾ ആ നിലയിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തൊരു ചരിത്ര സംഭവം അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുവാനിടയായി. വളരെ കരച്ചിലും വേദനയൊക്കെ ആ സംഭവം സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠം, യേശുക്രിസ്തുവിൻ്റെ ജനനം അത് തിരുവെഴുത്തിൻ പ്രകാരമാണ്. എന്നാൽ അത് മാനുഷികമായ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, മനുഷ്യൻ്റെ ബുദ്ധിപരമായ അറിവിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അത് പല അനിഷ്ട സംഭവങ്ങളും പല പരാജയങ്ങളും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അനേക വേദനകളും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നാം അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുകയാണ്. അത് അനേകർക്ക് ദുഃഖത്തിനും വേദനയ്ക്കും കരച്ചിലിനൊക്കെ കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ മാനുഷിക ബുദ്ധിയിലും മനുഷ്യൻ ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ആ അന്വേഷണം അവനെ മുന്നോട്ട് നയിക്കാറുണ്ട്. പക്ഷെ അത് പല തെറ്റായ ചിന്തകളിലേക്കും തെറ്റായ ആശയങ്ങളിലേക്കൊക്കെ പോവാൻ, അല്ലെങ്കിൽ തെറ്റായ പല അപകട സാധ്യതകളും അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അവിടെ ഉണ്ടായ സംഭവങ്ങളും അതിൻ്റെ പരിണിതഫലങ്ങളും ദോഷങ്ങളും ഒക്കെ അവിടെ വളരെ വേദന നിറഞ്ഞ അനുഭവമാണ് ഉണ്ടായത്. സമൂഹം ഒന്നടങ്കം ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഈ സംഭവത്തെ സ്വർഗം അതെങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സംഭവം ഒന്ന് തന്നെയാണ് എങ്കിലും അവിടെ പരാമർശിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പ്രത്യക്ഷമായി അവിടെ രാത്രിയിൽ ആട്ടിടയന്മാരോട് അന്നത്തെ നിലയിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. ആടുകളെയൊക്കെ മേയിച്ച് രാത്രിയിൽ വെളിമ്പ്രദേശത്ത് താമസിക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് അന്ന്. അവർക്കാണ് ഈ സത്യം സ്വർഗം വെളിപ്പെടുത്തിയത്. ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആർക്ക് വെളിപ്പെടുത്തുന്നു? അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? മറ്റേത് വിദ്വാൻമാർ ചെന്ന് രാജാവിനോട് പറയുകയും രാജാവ് തൻ്റെ മനസ്സ് ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും തൻ്റെ അധികാരം നഷ്ടപ്പെടും. ഉന്നതന്മാരോട് ഇത് അറിയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രകോപനവും പ്രശ്നവും. എന്നാൽ സാധാരണക്കാരന് അത് വളരെ പ്രത്യാശയും സന്തോഷവും നൽകുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ജീവൻ ചൈതന്യം ഉണ്ടാകുകയാണ്, അവനൊരു പ്രതീക്ഷയുണ്ടാകുകയാണ്, അങ്ങനൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ട് നിലയിലാണ് ഈ സംഭവം
പാപത്തിൻ്റെ ആ ചിന്താധാര സഞ്ചരിക്കുന്ന ഒരു കൂട്ടരെ അതിനെ ഭയപ്പെടുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ ആ ശക്തമായ തീവ്രമായ ശ്രമം നടത്തുമ്പോൾ ആ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അതിൽ പ്രത്യാശ നൽകുന്ന, അവരുടെ ജീവിതത്തിന് ഒരു പുതിയ വെളിച്ചം നൽകുന്ന ആ ജീവദാതാവിൻ്റെ ജനനം അവരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പോൾ ദൈവീകമായ വെളിപ്പെടുത്തലാണ് അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ആ ദൂതന്മാർ മുഖാന്തരം അവർ വെളിപ്പെടുത്തുന്ന സത്യവും വളരെ ശ്രദ്ധേയമാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ അത്ഭുത വാർത്ത സാധാരണക്കാരോട് അറിയിക്കുകയാണ്. അവർ വളരെ അമ്പരപ്പെട്ടു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ നമുക്ക് കാണാം. പെട്ടെന്ന് അവർ ഭയപ്പെട്ടു പോയി. എങ്കിലും ആ വാർത്ത അവർക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നു. മാത്രമല്ല അവിടെ ഒരു സ്വർഗീയ സൈന്യം അവിടെ ഒരു ഗാനം ആലപിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള ഏറ്റവും ഉന്നതമായ ഒരു വിളംബരവും കൂടി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കേൾക്കുവാനിടയായ ആ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ട കാര്യങ്ങൾ അവരുടെ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതെങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു? ആ സ്വർഗപ്രസാദമായ നിലയിലാണത് ചെയ്തത്. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുവാനിടയായത് ആട്ടിടയന്മാരാണ്. വിദ്വാൻമാർ വളരെ നീണ്ട കാലയളവ് എടുത്താണ് അവർ സഞ്ചരിച്ച് വന്ന് വളരെ പഠനങ്ങളും പണ്ടേ ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് അവർക്ക് അവസാനം നീണ്ട നാളുകൾക്ക് ശേഷമാണ് അവർ ആ കുഞ്ഞിൻ്റെ അടുക്കൽ എത്തുവാനിടയായത്. മാനുഷിക പ്രയത്നം പലപ്പോഴും അത് കാര്യങ്ങളിൽ എത്തിച്ചേരുവാൻ വളരെ വൈകുന്നു, വളരെ ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്, അധ്വാനമുണ്ട് എന്നൊക്കെ കാണുന്നു. എന്നാൽ സ്വർഗം വെളിപ്പെടുത്തിയപ്പോൾ സ്വർഗീയ സൈന്യം അത് വെളിപ്പെടുത്തിയപ്പോൾ ആ ഇടയന്മാർക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനമൊന്നും ഉണ്ടായില്ല, അവരുടെ പരിശ്രമമൊന്നും ഉണ്ടായില്ല, അവരുടെ ബുദ്ധി പ്രവർത്തിച്ചില്ല. അവർ കേട്ട കാര്യങ്ങൾ വിശ്വസിച്ചു, അത് അവർക്ക് അനുഭവമായി. അപ്പോൾ ആ അനുഭവമാണ് ദൈവിക അനുഭവം എന്ന് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അത് ആ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം കാണിക്കുന്ന രണ്ട് അനുഭവങ്ങൾ. ഒന്ന്, ദൈവത്തെ സത്യ വെളിച്ചമില്ലാതെ അന്വേഷകരായി അനേകരിന്ന് ചുറ്റി സഞ്ചരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുവാൻ, അല്ലെങ്കിൽ അനേക ബുദ്ധിയിൽ അവരന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരെങ്ങും എത്തുന്നില്ല, അവരുടെ അന്വേഷണം വ്യക്തമായി തീരുന്നു. അത് അവർ പലതും പിന്നീട് അത് രചിക്കുകയും പല കാര്യങ്ങൾ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ദോഷങ്ങൾ അനേകർ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ദൈവിക വെളിച്ചം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരിലേക്ക് ഏറ്റവും ലളിതമായ നിലയിൽ, ഏറ്റവും നമുക്ക് അത് വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവം വെളിപ്പെടുത്തുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ സൂചന നൽകുന്നത്. ആ സന്ദേശം എങ്ങനെ അത് ലഭിച്ചു, അത് ഏത് നിലയിൽ ലഭിച്ചു, സാധാരണക്കാരിലേക്ക് ആ സന്ദേശം എത്തിച്ചേർന്നപ്പോൾ അവരിലുണ്ടായ പരിവർത്തനം, അവരിലുണ്ടായ മാറ്റം, അവരത് വിശ്വസിച്ചു. ആ കുഞ്ഞിനെ പോയി കാണുന്നു, ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ട് നിലയിൽ ഈ സംഭവത്തെ വ്യക്തമാക്കുന്നത് ദൈവിക വെളിപ്പാടും അല്ലെങ്കിൽ മാനുഷിക അന്വേഷണവും തമ്മിലുള്ള അന്തരം, അതിൻ്റെ ആ രണ്ട് വശങ്ങൾ നാം തിരിച്ചറിയണം. അപ്പോൾ ദൈവിക കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവം തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഒന്നും മാറ്റമില്ലാത്തതാണ്. ഈ ശിശു പിന്നീട് വളർന്ന് ആ ഉന്നതമായ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ താൻ ഈ ലോകത്തോട് വിളംബരം ചെയ്യുന്നുണ്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോകുകയില്ല. ഈ ലോകത്ത് നിന്ന് അങ്ങനെ പ്രഖ്യാപിച്ച ഏക വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ, എൻ്റെ വചനം മാറിപ്പോകുകയില്ല. അത് ദൈവമാണ് എന്നുള്ള സത്യമാണ്. ദൈവത്തിന് മാത്രമേ ആധികാരികമായി പറയാൻ കഴിയുകയുള്ളൂ, എൻ്റെ വചനം മാറിപ്പോകുകയില്ല. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചറിയിച്ചു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനം മാറിപ്പോകില്ല. ആ വചനം ആണ് ഈ ഭൂമിയിൽ ജഡമെടുത്ത് വന്നത്. ആ വചനമാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു.
ആ വചനം ജഡത്തിൽ വന്നു, ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ലോകം ഇന്ന് ആഘോഷിക്കുന്നത്. എങ്കിലും ആ ജനനത്തിൻ്റെ പ്രത്യേകത അത് സ്വർഗം വെളിപ്പെടുത്തിയതാണ് നാം വിശ്വസിക്കേണ്ടത്. ആ സർവ്വജനത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷം ആണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും വലിയ സന്തോഷം. എന്താണ് ഈ മഹാസന്തോഷം? അത് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും അതൊന്ന് വിചിന്തനം ചെയ്യണം, വിലയിരുത്തണം, വിശകലനം ചെയ്യണം. ഞാൻ ഈ ക്രിസ്മസൊക്കെ വർഷങ്ങളായി ആചരിക്കുന്നു, ആഘോഷിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. എന്നാൽ ഈ മഹാസന്തോഷം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് മഹാസന്തോഷം? യേശു ക്രിസ്തു നൽകുന്ന മഹാസന്തോഷം എന്താണ്? എന്തിനാണ് ഈ രക്ഷകൻ ജനിച്ചത്? മനുഷ്യനെ എന്ത് നൽകാനാണ് വന്നത്? മനുഷ്യൻ എന്താണ് ഏറ്റവും അത്യാവശ്യ ഘടകം? മനുഷ്യ ജീവിതത്തിൻ്റെ എന്തെങ്കിലും അവൻ്റെ ശാരീരിക പ്രയാസങ്ങളാണോ, അല്ലെങ്കിൽ അവന് രോഗങ്ങളോ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ? മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേക വിഷയങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അപകടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ശാരീരിക വൈഷമ്യങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം വരുത്തുവാനാണോ രക്ഷകൻ വന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ രക്ഷകൻ്റെ വരവിൻ്റെ ഉദ്ദേശം? ഈ ജനനത്തിൻ്റെ ഉദ്ദേശം എന്ത്? സ്വർഗം വെളിപ്പെടുത്തുന്ന എന്താണ്? ആ ദൂതന്മാർ പറയുന്ന മഹാസന്തോഷം എന്താണ്? അതായത് അകൃത്യം മോചിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തിരുവെഴുത്ത് അതാണ് നമുക്ക് നൽകുന്ന വെളിച്ചം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവം അവൻ്റെ അകൃത്യം ക്ഷമിച്ച് പാപം മറച്ച് അവനെ ആ ഉന്നത അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുക മനുഷ്യനെ സംബന്ധിച്ചോളം അത് അസാധ്യമാണ്. മനുഷ്യന് വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും ഒരു നാളും കഴിയുകയില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മനുഷ്യൻ്റെ രക്ഷ അത് അസാധ്യമായിരുന്നു. എന്നാൽ ഇവിടെ അത് സാധ്യമാക്കുവാനാണ് ദൈവപുത്രൻ ജനിച്ചത്. ഭൂമിയിൽ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ജനനത്തിൻ്റെ പ്രാധാന്യം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ രക്ഷയാണ്. മനുഷ്യന് നിത്യജീവൻ നൽകുവാനാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അത് ഉറക്കെ പ്രസ്താവിച്ചു. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതെ, ഈ ലോകത്തിൽ ജീവൻ നൽകുവാൻ വന്ന ഒരേ ഒരു രക്ഷകനാണ് യേശു ക്രിസ്തു. നിത്യമായ ജീവൻ നൽകുവാൻ വന്ന യഥാർത്ഥ രക്ഷകനാണ്. ആ രക്ഷകൻ്റെ ജനനം ആചരിക്കുന്ന ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ആ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ആ നിത്യമായി നേടിയില്ല എങ്കിൽ, പാപം മറച്ചും ആ പാപത്തിന് പരിഹാരം വന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ആ നിത്യമായത് ലഭിക്കുകയില്ല. നിത്യശിക്ഷാവധിയിലേക്ക് നാം പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിലേക്ക് അടുത്തു വരുന്നു. ഇനി അധികം ദിവസമില്ല, നാം ആ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്മസിനെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ഉന്നതമായ മാറ്റം, ആ മഹാസന്തോഷം, സ്വർഗീയ സന്തോഷം, ദൈവം നൽകുന്ന സന്തോഷം, ആ ക്രിസ്തു എന്നിൽ ജനിക്കുന്ന അനുഭവം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ദൈവത്തിൻ്റെ മകളാകുവാനുള്ള ഒരു ഭാഗ്യമാണ് മനുഷ്യന് കൈവന്നിരിക്കുന്നത്. അതാണ് മഹാഭാഗ്യം, മഹാസന്തോഷം. നമുക്ക് ദൈവമക്കളാകാം എന്നുള്ളത്. പാപികളായ മനുഷ്യനെ സംബന്ധിച്ചോളം, പാപി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ മകനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മരണത്തിന് അടിമകളാണ് മനുഷ്യനെല്ലാം. മരണമാണ് മനുഷ്യനെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം അവനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ അവസ്ഥയിൽ അവന് രക്ഷയുടെ സന്ദേശവുമായിട്ട് രക്ഷ നൽകുവാൻ ക്രിസ്തു ജനിച്ചു ഈ ഭൂമിയിൽ. പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം ആ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന മഹാസന്തോഷമാണ്. ക്രിസ്തു ഒരുക്കിയ രക്ഷയാണ്. സകല പാപങ്ങൾക്കും യേശു ക്രിസ്തു പരിഹാരം വരുത്തി. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് ബലിമരണം പാപത്തിന് എന്നേക്കും പരിഹാരം വരുത്തി എന്നാണ് എബ്രായ ലേഖനകർത്താവ് അത് വിവരിച്ചിട്ടുള്ളത്. ഈ സമയപരിധിക്കുള്ളിൽ ഇതെല്ലാം വിശദമാക്കുവാൻ പരിമിതിയുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും ആ ക്രിസ്തുവിൻ്റെ ജനനം അത് ആഘോഷിക്കുന്ന ഓരോ വ്യക്തിയും ഈ പാപമോചനം എനിക്ക് കിട്ടിയോ, നിത്യജീവൻ എനിക്ക് ലഭിച്ചുവോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ച് അത് നൽകുവാൻ വന്ന ആ രക്ഷകനെ ആ ജന്മദിവസം ആഘോഷിക്കണമെന്ന് രക്ഷകൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ ജനനത്തിൻ്റെ പ്രാധാന്യത ഉൾക്കൊണ്ട്, ആ ജനനം എനിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്, എൻ്റെ പാപം പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ രക്ഷകന് ഹൃദയ സമർപ്പണം നടത്തി
പാപമോചനം നേടി ഏറ്റവും വലിയ ഭാഗ്യ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ധാരാളമായ ദൈവിക അനുഗ്രഹവും നന്മയും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം 2025 ആണ്ടിലും അത് ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രാധാന്യതയോടെ അതിൻ്റെ ആത്മീയ സത്ത മനസ്സിലാക്കി ആ സ്വർഗീയ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്കെല്ലാം ഒന്നും കൂടെ ധന്യമാക്കാം, അനുഗ്രഹിക്കപ്പെടാം. ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.